നമസ്കാരം. നമ്മൾ മിനിങ്ങാന്ന് ബുധനാഴ്ച ഞാൻ പറഞ്ഞത് ആ എപ്പിസോഡ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ആമുഖമായി അല്പം പറയുന്നത്. എൻ്റെ സിനിമയിലേക്കുള്ള എൻട്രിയും ഞാൻ ചെന്നുപെട്ട ഗുരുക്കന്മാരുടെ സ്വഭാവ മഹിമയും അവരിൽ നിന്നും ഞാൻ പഠിച്ചതും പഠിക്കാൻ പാടില്ലാത്തതും എന്നെ സ്നേഹിച്ചതും എന്നെ അംഗീകരിക്കാത്തതും എന്നെ മനസ്സിലാക്കിയവരുടെയും ഒക്കെ കഥകളാണ് ഞാൻ ബുധനാഴ്ച പറഞ്ഞത്. കണ്ടിട്ട് ഒരുപാട് പേര് വിളിച്ചു. ഇവിടെ ഭാരതീയം അടക്കം കുറേ സിനിമകൾ ചെയ്ത പ്രിയദർശൻ്റെ അസോസിയേറ്റ് ആയിരുന്ന സുരേഷ് കൃഷ്ണ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, അണ്ണാ ചിരിച്ച് മണ്ണ് കപ്പിയാണ് നിങ്ങൾ, ഓരോരുത്തരുടെയും ശബ്ദത്തിൻ്റെ ടോണിൽ നിങ്ങൾ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ അറിയാതെ ചിരിച്ചു പോയി എന്നാണ് ഈ എപ്പിസോഡ് കണ്ടിട്ട് സുരേഷ് കൃഷ്ണ പറഞ്ഞത്. ഇന്ന് പറയുന്നത് ഞാൻ വർക്ക് ചെയ്ത സിനിമകളിൽ ഏറ്റവും സീനിയറായ നായിക ശാരദാമ്മയെ പറ്റിയാണ് പറയുന്നത്. ശ്രീകുമാരൻ തമ്പി സാർ എന്നെ അമ്മയ്ക്കൊരു താരാട്ടിനായി വിളിക്കുമ്പോൾ എൻ്റെ ആദ്യ സന്തോഷം ഒരു സംവിധാന സഹായിയായി അവസരം ചോദിച്ച് ചെല്ലുമ്പോൾ ഞാൻ ഉടനെ സിനിമയൊന്നും ചെയ്യുന്നില്ല, ചെയ്യുന്ന സമയത്ത് ബന്ധപ്പെടൂ, അപ്പോഴും കൂടെ കൂട്ടാം എന്ന് ഉറപ്പ് തരുന്നില്ല എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. 1986 യുവജനോത്സവം റിലീസായി തമ്പി സാറിൻ്റെ. അപ്പോഴാണ് ഞാൻ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ 1986 ആഗസ്റ്റ് 1 ആയിരുന്നു യുവജനോത്സവം റിലീസായത്. പിന്നെ 1993 തമ്പി സാറിൻ്റെ അടുത്ത സിനിമ ബന്ധുക്കൾ ശത്രുക്കൾ വരുന്നത്. നല്ല സിനിമയും സൂപ്പർ ഹിറ്റ് പാട്ടുകളും തമ്പി സാർ തന്നെ ആദ്യമായി സംഗീതം നൽകിയ പാട്ടുകളായിരുന്നു ആ പടത്തിലെ. ബന്ധുവാര്, ശത്രുവാര്, ചുംബന പൂകൊണ്ട് മൂടി, എൻ്റെ നല്ല പാട്ടുകളല്ലേ. ലക്ഷക്കണക്കിന് കാസറ്റുകൾ വിറ്റുപോയ മാഗ്ന സൗണ്ട് എന്ന് പറഞ്ഞ കാസറ്റ് കമ്പനിയാണ് ഇതിൻ്റെ പാട്ടുകൾ, ബന്ധുക്കൾ ശത്രുക്കളിലെ പാട്ടുകൾ ഇറക്കിയത്. ഗോൾഡൻ ഡിസ്ക് തമ്പി സാറിന് നൽകിയ പാട്ടുകളായിരുന്നു. തമ്പി സാറിനോട് ചാൻസ് ചോദിച്ചതിൻ്റെ പിന്നാലെ ഹരികുമാർ സാറിൻ്റെ ഇല്ലിക്കാടും ചെല്ലക്കാറ്റും എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ തുടക്കമിട്ടു. ബാലചന്ദ്രമേനോൻ വരാത്തതിനാൽ ചിത്രീകരണം പാതി വഴിക്ക് മുടങ്ങിപ്പോയി. പകരം ചെയ്തതാണ് ഊഴം. പുതിയ ഊഴമല്ല, പഴയ ഊഴം. ഹരികുമാർ സംവിധാനം ചെയ്ത ദേവൻ നായകനായ പാർവതി നായികയായ ഊഴം. അങ്ങനെ 1988 എൻ്റെ പേര് സ്ക്രീനിൽ തെളിഞ്ഞു, സംവിധാന സഹായി ശാന്തിവിള ദിനേശ് എന്ന്. പിന്നാലെ പുറപ്പാട്, ജീവിതം, ഒരു രാഗം, എഴുന്നള്ളത്ത്, അങ്ങനെ ഒന്ന് വിട്ട് ഞാൻ തിരക്കിലേക്ക് പോയി. പെട്ടെന്ന് തന്നെ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായി മാറി. സ്വതന്ത്രമായി സംവിധാനം ചെയ്ത വലയം. ഈ അടുത്ത കാലത്തും റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരാളെൻ്റെ ചോദിച്ചു, ഞാൻ കുട്ടിക്കാലത്ത് വലയം കാണുമ്പോൾ താങ്കളുടെ പേരായിരുന്നു സംവിധാനം. ഞാൻ പറഞ്ഞതേ, പക്ഷേ ഇപ്പോൾ യൂട്യൂബിൽ വേറൊരുത്തൻ്റെ പേരാണല്ലോ. ഞാൻ പറഞ്ഞാൽ ആ അലവലാതിയാണ് എൻ്റെ നിർമ്മാതാവ്. ആ നന്ദി കെട്ടവൻ സുകുമാരൻ ഷാർജിക്ക് കൊടുക്കാനുള്ള 22 ലക്ഷം രൂപകളും പറ്റിച്ചു. സംവിധാനം ചെയ്ത എനിക്ക് തരാനുള്ള ലക്ഷങ്ങൾക്ക് പകരം സംവിധാനം പഠിച്ചതിൽ കൂട്ടിക്കോ എന്ന് പറഞ്ഞാൽ എംബോക്കിയാണ്, അവൻ്റെ പേരാണ് അതിൽ വച്ചിരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? അവാർഡൊക്കെ വാങ്ങിയത്, വലയത്തിൻ്റെ മികച്ച സംവിധായകനും മികച്ച സീരിയലിൻ്റെയൊക്കെ അവാർഡ് വാങ്ങിയ സർട്ടിഫിക്കറ്റൊക്കെ എൻ്റെ ഇരിപ്പുണ്ട്. കുറച്ച് പൈസയൊക്കെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ വേണമെങ്കിൽ അവനെ കോടതി കയറ്റാമായിരുന്നു, അല്ലെങ്കിൽ യൂട്യൂബിൽ പരാതി കൊടുക്കാമായിരുന്നു. ഞാനത് ചെയ്യുന്നില്ല. കാരണം അവൻ ഇനി കേരളം മുഴുവൻ ഫ്ലക്സ് വെച്ച് അവൻ സംവിധാനം ഒന്ന് എഴുതി വെച്ചാലും വലയം സംവിധാനം ചെയ്തത് ശാന്തിവിള ദിനേശാണെന്ന് അന്നത്തെ സീരിയൽ കണ്ടവർക്കറിയാം എന്ന് പറഞ്ഞ് ഞാനതങ്ങ് വിട്ടു. അങ്ങനെ എൻ്റെ സ്ക്രീനിൽ തെളിഞ്ഞു. അതിൻ്റെ പിന്നാലെ വലയം തുടങ്ങി നിരവധി സീരിയലുകൾ ഞാൻ ശ്രദ്ധേയമായി ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഒരുപാട് അവാർഡുകളൊക്കെ വാങ്ങി. ബംഗ്ലാവിൽ അവധിയിലൂടെ സ്വതന്ത്ര സംവിധായകനുമായി. അതിനുശേഷമാണ് തമ്പി സാറിൻ്റെ വിളി, അമ്മയ്ക്കൊരു താരാട്ടിൽ നിങ്ങൾക്ക് എന്നെ അസോസിയേറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. ദോഷം പറയാൻ പാടില്ലല്ലോ. നല്ല ശമ്പളം ഞാൻ ചോദിക്കാതെ തന്നെ തമ്പി സാർ തന്നു. നിങ്ങളുടെ ശമ്പളം എത്ര എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, സാറ് തരുന്നത് എന്നാണ് പറഞ്ഞത്. അത് പറ്റില്ല, നിങ്ങൾ ശമ്പളം പറയും. ഇല്ല സാർ, സാർ എത്ര തരുമോ അതാണ് ശമ്പളം. വളരെ നല്ല പ്രതിഫലം എനിക്ക് തന്നെ, നല്ല ലക്ഷങ്ങൾ തന്നു എന്ന് പറയാം. എനിക്ക് ബന്ധുക്കൾ ശത്രുക്കൾ ഈ അമ്മയ്ക്കൊരു താരാട്ട് കഴിഞ്ഞ ശേഷം പെട്ടെന്ന് എനിക്ക് 1 ലക്ഷം രൂപയുടെ ആവശ്യം വന്നു. 2 മാസത്തിന് ഇടയിൽ ഞാൻ മടക്കിത്തരാം, സാറിൻ്റെ പക്കലുണ്ടോ എന്ന്
ഞാനൊരു ദിവസം ഞാൻ സിന്ധു കൂടെ ചെന്ന് സാറിനോട് തിരക്കി. സാർ എന്തൊക്കെയോ കണക്കുകളൊക്കെ കൂട്ടിയിട്ട് പറഞ്ഞു, ഒരു 50,000 രൂപ ആണെങ്കിൽ ഞാൻ ഇപ്പോൾ തരാം. എനിക്ക് കാശ് കിട്ടിയപ്പോൾ ആ തുകയുമായി ചെന്നു ഞാൻ. പക്ഷേ അപ്പോൾ സാറ് മദ്രാസിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടൻ്റ് എന്ന് പറയുന്ന ഒരു വീണ എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ്. ഞാൻ വീണയോട് വന്ന ആഗമന ഉദ്ദേശം പറഞ്ഞു, ഇങ്ങനെ തമ്പി സാറിൻ്റെ ഞാൻ ഒരു 50,000 രൂപ വാങ്ങിച്ചിരുന്നു, അത് കൊടുക്കാൻ വന്നതാണ്. അപ്പോൾ ആണ് വീണ പറയുന്നത്, കാശ് ദിനേശ് മടക്കി കൊണ്ടുവന്നാൽ അത് വാങ്ങണ്ട, പകരം അയാളുടെ ശമ്പളമായി വൗച്ചറിൽ എഴുതി ഒപ്പിട്ട് വാങ്ങണം. ഒന്ന് ശങ്കിച്ചെങ്കിലും ഞാൻ വൗച്ചർ ഒപ്പിട്ട് കൊടുത്തു. എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യമായിരുന്നു. അപ്പോൾ സാറിനറിയാം ദിനേശിൻ്റെ ക്യാരക്ടർ അനുസരിച്ച് അല്പം വൈകിയാലും അയാൾ ആ പൈസ കൊണ്ട് തരും. അപ്പോൾ അത് വാങ്ങണ്ട എന്നാണ് വീണയോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ വൗച്ചർ ഒപ്പിട്ട് കൊടുത്തു, അതും കൂടി ശമ്പളത്തിൽ ചേർത്തു. സിനിമകളിൽ ടൈറ്റിലുകൾ കൊടുക്കുമ്പോൾ ഭൂരിപക്ഷം പേരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ശിഷ്യഗണങ്ങളുടെയൊന്നും പേര് പടം തുടങ്ങുന്നിടത്ത് ആദ്യം കൊടുക്കില്ല. പടം തീർന്ന് ആളുകൾ എണീറ്റ് പോകുമ്പോൾ റോളിംഗ് ആയിട്ട് ഇങ്ങനെ ഉരുണ്ടുരുണ്ട് മുകളിലോട്ട് പോകും, ആരും വായിക്കില്ല. പോസ്റ്ററുകളിലാണെങ്കിൽ നിർമ്മാതാവ്, സംവിധായകൻ, പ്രശസ്തനായ തിരക്കഥാകൃത്താണെങ്കിൽ, ഇപ്പോൾ ലോഹിദാസിനെ പോലെയോ ശ്രീനിവാസനെ പോലെയോ എം ടി സാറിനെ പോലെയൊക്കെയുള്ള പ്രശസ്തരാണെങ്കിൽ അവരുടെ പേരും പോസ്റ്ററിൽ വയ്ക്കും. പിന്നെ വിതരണ കമ്പനിയുടെ പേരും ആ പോസ്റ്റർ ഡിസൈൻ ചെയ്ത ആളിൻ്റെ ഒരു ചെറിയ ഒപ്പും, അത്രയാണ് പോസ്റ്ററുകളിൽ ഉണ്ടാകാറ്. മെയിൻ ടെക്നീഷ്യന്മാരുടെ പേരുകൾ കടുകുമണി വലുപ്പത്തിൽ വെച്ച ചില സിനിമകളുടെ പോസ്റ്ററുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മയ്ക്കൊരു താരാട്ടിൽ പോസ്റ്ററിൽ പ്രധാന ടെക്നീഷ്യന്മാരോടൊപ്പം എൻ്റെ പേരും തമ്പി സാർ വച്ചു. അത്രയും മാന്യത കാണിച്ച ആളാണ് തമ്പി സാർ. ഈ സിനിമയിലെ നായികയാകാൻ ശാരദാമ്മയെ കാണാൻ ചെന്നപ്പോൾ എന്നെ തമ്പി ഒഴിവാക്കണം എന്നായിരുന്നു ശാരദാമ്മയുടെ ആദ്യത്തെ അഭ്യർത്ഥന. എനിക്ക് കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ട്, നട്ടലിന് ക്ഷതമുണ്ട്, അതിനാൽ എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നെ ഒഴിവാക്കണം എന്നവർ സ്നേഹത്തോടെ പറഞ്ഞുവെന്ന് തമ്പി സാറ് തന്നെ എന്നോട് പറഞ്ഞിരുന്നു. താങ്കളില്ലെങ്കിൽ, ശാരദാമ്മ ഇല്ലെങ്കിൽ ഈ കഥയും തിരക്കഥയും എനിക്ക് ഒഴിവാക്കേണ്ടി വരും. നമുക്ക് ആരോഗ്യസ്ഥിതി നോക്കി സാവധാനം ചിത്രീകരിക്കാം എന്നായി തമ്പി സാർ. മധുസാറിനും തമ്പി സാറിനും വയസ്സ് കൂടുകയല്ലേ, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പതുക്കെ ചെയ്യാം എന്ന് അവർക്ക് വാക്കു കൊടുത്തു. നിർബന്ധത്തിന് ഒടുവിൽ അവർ സമ്മതിച്ചു. അപ്പോഴും അവർ ചില കണ്ടീഷൻ വെച്ചു. ഞാൻ രാവിലെ 7 മണിക്ക് വിത്ത് മേക്കപ്പിൽ, വിത്ത് ഡ്രസ്സിൽ ലൊക്കേഷനിലെത്താം, പക്ഷേ വൈകുന്നേരം 6 മണിക്ക് ഞാൻ മേക്കപ്പ് അഴിക്കും. അത് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ വരാം. ഞാൻ രാവിലെ 7 മണിക്ക് മേക്കപ്പൊക്കെ ചെയ്ത് ആ സീനിന് ഏതാണോ ഡ്രസ്സ്, തലേ ദിവസം ദിനേശ് പറയുന്ന ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ ലൊക്കേഷനിൽ വരാം. പക്ഷേ 6 മണിക്ക് ഞാൻ വിഗ് അഴിക്കും. അത് സമ്മതമാണെങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞു. ശാരദാമ്മയാണെങ്കിൽ 3 സ്റ്റാർ ഹോട്ടലിൽ ഏതെങ്കിലും റൂം കൊടുക്കണം, ഏറ്റവും കുറഞ്ഞത് 3 സ്റ്റാറിൽ കൊടുക്കണമല്ലോ. അല്ല, ഞാൻ ഹയാത്ത് എന്ന് പറഞ്ഞ നമ്മുടെ യൂസഫ് അലി ബായിയുടെ 7 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുമെന്ന് അവർ പറഞ്ഞാൽ അത് സമ്മതിക്കാതെ തരമില്ല. കാരണം ഇതിലെ നായികയായി ശാരദാമ്മ വേണമെങ്കിൽ അവർ പറഞ്ഞു ഞാൻ ഹയാത്തിൽ താമസിക്കുള്ളൂ, തിരുവനന്തപുരത്ത് മസ്കറ്റ് പോലും താമസിക്കില്ല എന്ന് പറഞ്ഞാൽ ഹയാത്ത് എടുത്തു കൊടുക്കണം. മെനഞ്ഞാന്ന് വന്ന ഒരു ചെറുക്കൻ, അവൻ പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്ത് ഷൂട്ടിങ്ങിന് വന്നതാണ്, ഞാൻ താമസിക്കണമെങ്കിൽ എനിക്ക് ഹയാത്തിൽ റൂം തരണം. ഒരു പീറ ചെറുക്കൻ. ഹയാത്തിൻ്റെ മുതലാളി യൂസഫ് അലി ബായി വന്നാൽ താമസിക്കുന്ന മുറി തന്നെ വേണം എന്ന് അവൻ ശടിച്ചു. ആ മുറി തന്നെ എനിക്ക് വേണം, യൂസഫ് അലി ബായി താമസിക്കുന്ന. അവൻ ഇങ്ങനെ പറഞ്ഞാണ് യൂസഫ് അലി ഒന്നും താമസിക്കില്ലേ, ആ മുറി തന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞിരിക്കാം. എടുത്തു കൊടുത്തു. ദിവസം 30,000 രൂപയും ടാക്സും TDS എല്ലാം കൂടെ ഉണ്ടെന്നോ എന്താണ് അതിൻ്റെ എമൗണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ദിവസം 30,000 രൂപ വെച്ച് അമ്മ ഒരു 30 ദിവസം താമസിച്ചാൽ എത്ര രൂപ റൂമിനായെന്ന്. പകൽ മുഴുവൻ അവൻ ലൊക്കേഷനിലായിരിക്കും. അപ്പോൾ ആ റൂം വെറുതെ കിടക്കുകയാണേ. പക്ഷേ ഹയാത്തിലേ താമസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എടുത്തു കൊടുത്തു. പക്ഷേ ശാരദാമ്മ പറഞ്ഞത് ഞാനടക്കം ഞങ്ങൾ 3 പേര് വരും, 3 സ്ത്രീകൾ. അപ്പോൾ അവർ വെജിറ്റേറിയൻ ആഹാരം കഴിക്കൂ, തന്നെത്താൻ വച്ച് വെജിറ്റേറിയൻ ആഹാരം ഞങ്ങൾ കഴിച്ചോളാം.
ഒരു വൃത്തിയുള്ള ഫ്ലാറ്റ് ഞങ്ങൾക്കായി മാസവാടകയ്ക്ക് എടുത്തു തരണം. എത്ര ലാഭമെന്ന് ആലോചിച്ച് നോക്കൂ. കഥാപാത്രത്തിനായുള്ള വസ്ത്രങ്ങൾ ഞാനെടുത്ത് എൻ്റെ അളവിൽ കൃത്യമായി തയ്പ്പിച്ച് ഞാൻ കൊണ്ടുവരാം. അതിൻ്റെ കാശടക്കം എനിക്ക് 6.5 ലക്ഷം രൂപ തമ്പിത്തരണം. ഇതാണ് അവർ പറഞ്ഞ എഗ്രിമെൻറ്റ്. മേക്കപ്പുകാരോ അസിസ്റ്റൻറ്റോ ഹെയർ ഡ്രസ്സറുകാരോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അസിസ്റ്റൻറ്റോ ആരെയും അവർക്ക് ആവശ്യമില്ല. ഇതെല്ലാം തമ്പി സാർ സമ്മതിച്ചു. ചിത്രം തുടങ്ങുന്നതിന് മുമ്പുള്ള പത്രസമ്മേളനത്തിലടക്കം അവർ വന്നു. ആ പത്രസമ്മേളനം കഴിഞ്ഞ് തിരിച്ചിറങ്ങി പോകുമ്പോൾ മധുസാർ അവരെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. എത്ര വയസ്സ് വ്യത്യാസമുണ്ടെന്ന് നോക്കുക. പക്ഷേ മധുസാറിന് അതിനേക്കാൾ ആരോഗ്യമുണ്ട്. അതുകൊണ്ട് ശാരദാമ്മയെ കോഴിക്കുഞ്ഞിനെ കൊണ്ടുപോകും പോലെ മധുസാർ പിടിച്ചുകൊണ്ട് ഇറങ്ങുകയാണ് ചെയ്തത് ആ പ്രസ് ക്ലബ്ബിൽ നിന്ന്. ശരിക്കും ഞാൻ ക്യാമറയുടെ മുന്നിലല്ല അഭിനയിക്കുന്നത്, ക്യാമറയ്ക്ക് പിന്നിലാണ്. കാഴ്ചയുടെ പ്രശ്നമുണ്ട്, നടക്കുമ്പോൾ കാലിനുള്ള ബലക്ഷയവും, ആരെയും എന്താ പറയുക അറിയിക്കരുത്, എനിക്കത് ഇഷ്ടമല്ല ദിനേശ് എന്ന് 1000 പ്രാവശ്യം എന്നോട് ശാരദാമ്മ പറഞ്ഞു. ഞാനിപ്പോൾ ക്യാമറയുടെ പിന്നിലാണ് അഭിനയിക്കുന്നത് ദിനേശ്, ക്യാമറയുടെ മുന്നിലല്ല. ഒരു അസുഖവുമില്ല, എന്നാൽ എല്ലാം പെർഫെക്റ്റ് ആണെന്നുള്ള രീതിയിൽ ഞാൻ ആൾക്കാരുടെ മുമ്പ് ചുമ്മാ ബോധ്യപ്പെടുത്താൻ നടക്കുന്നതാണ്. ഏറെ ശ്രമകരമാണ് ഈ സിനിമ ചാർട്ട് ചെയ്യാൻ. ഒരു അസോസിയേറ്റ് ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ശരിക്കും വെള്ളം കുടിച്ചു. ശാരദാമ്മ രാവിലെ 7 മണിക്ക് ലൊക്കേഷനിലെത്തും വിത്ത് മേക്കപ്പിൽ. 6 മണിക്ക് മേക്കപ്പ് അഴിക്കും. മധുസാർ ഉച്ചയ്ക്ക് 12-ന് എത്താൻ ശ്രമിക്കും, എത്തിയാൽ ഭാഗ്യം. പക്ഷേ രാത്രി എത്ര നേരം വേണമെങ്കിലും മധുസാർ ഇരിക്കും. ഇവർ തമ്മിലാണ് പടത്തിൻ്റെ 80% സീനുകളുള്ളത്. 7 മണിക്ക് ശാരദാമ്മ വരും. മധുസാർ ഒഴികെയുള്ളവരെയും എത്തിക്കാം. സംവിധായകനാണെങ്കിൽ തമ്പി സാറാണെങ്കിൽ 9 മണിക്കേ വരും. വന്ന് കാപ്പിയൊക്കെ കുടിച്ച് തുടങ്ങുമ്പോൾ ഒരു സമയമാവും. അങ്ങനെ ഞാൻ എത്തൂ, എനിക്ക് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കണം, എന്നെ അങ്ങല്ലാതെ നേരത്തെ 7 മണിക്കൊന്നും ദിനേശ് പ്രതീക്ഷിക്കേണ്ടെന്ന് ആദ്യമേ തന്നെ എന്നോട് പറഞ്ഞിരുന്നു. സാറല്ലേ നിർമ്മിക്കുന്നത്, സാറിൻ്റെ പൈസയിലല്ലേ സിനിമ എടുക്കണേ, അപ്പോൾ സാറ് വൈകി വരരുത് എന്ന് ഞാൻ ഇങ്ങനെ പറയും. ആയിക്കോട്ടെ എന്ന് ഞാനും വെച്ചു. ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ശാരദാമ്മയോട് 8 മണിക്ക് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയാൽ മതി എന്നെനിക്ക് മാറ്റി പറയേണ്ടി വന്നു. കാരണം സംവിധായകൻ 9 മണിക്കല്ലേ വരൂ. അപ്പോൾ ഇവർ 8 മണിക്ക് ഇവിടെ വന്നിരിക്കുന്നതെന്ന് ഞാൻ പറയും, ഫ്ലാറ്റിൽ നിന്ന് ഒരു 8 മണിക്ക് ഇറങ്ങിയാൽ മതി കേട്ടോ. കാര്യമൊന്നും പറഞ്ഞില്ല, അവർ ചോദിച്ചതുമില്ല.